പഠിക്കുന്ന ഒരാളുമായി പ്രണയത്തിലായി. വിവാഹത്തിന് രണ്ട് വീട്ടുകാർക്കും സമ്മതം. എന്നാൽ ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാരും വലിയ തുക സ്ത്രീധനമായി ചോദിച്ചു. ഇതറിഞ്ഞ കസിൻ സിസ്റ്റർ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. നിങ്ങൾക്ക് അവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? കേട്ടോ? MBBS കഴിഞ്ഞിട്ട് MD സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന രണ്ട് പേർ തമ്മിൽ പ്രണയത്തിലായി. കല്യാണത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പക്ഷേ ചെക്കൻ്റെ വീട്ടുകാർ വലിയൊരു തുക സ്ത്രീധനമായിട്ട് ചോദിച്ചു. അങ്ങനെ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് പറ്റി ചിന്തിക്കുകയാണ്. അതാണ് കിട്ടിയ പ്രശ്നം. നമുക്ക് പറയാനുള്ളത് ഇപ്പം എന്താ വെച്ചാൽ, നമ്മൾ പഠിപ്പിക്കേണ്ട വീട്ടുകാർ പെൺകുട്ടിയെ നല്ല നിലയിൽ ക്ലാസ്സിൽ ചെലവ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത്ര അറിവും പഠിപ്പുള്ള കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വളരെ മോശമാണ്. പിന്നെ എന്താ വെച്ചാൽ, വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർ നമ്മൾ കേട്ട സ്ഥിതിക്ക് പെൺകുട്ടിയാണോ അവരാഗ്രഹിക്കുന്നത്? പണത്തെയല്ലേ അവരാഗ്രഹിക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പം കണ്ടിടത്തോളം നമ്മൾ കാണുന്നത് ആൺകുട്ടികളെക്കാൾ മെച്ചപ്പെട്ട രീതിയാണ് പെൺകുട്ടികൾ പഠിക്കുന്നതും എല്ലാം തൊടിയിൽ നടക്കുന്നതും കണ്ടുവരുന്നത്. ആ സ്ഥിതിക്ക് ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അന്നത്തെ പറ്റി ചിന്തിക്കാൻ പാടില്ല. അവർ നല്ല ജോലി ചെയ്ത് നല്ല അന്തസ്സായി ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെറുക്കൻ വേറെ ഏതെങ്കിലും നല്ല രീതിയിൽ ജീവിച്ച് പണി ചെയ്ത് അവരുടെ മുന്നിൽ നല്ല ഉയർത്തി നിന്ന് ജീവിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് ആത്മഹത്യ എന്തിനും നമുക്ക് എന്ത് ചെയ്താലും ആത്മഹത്യ ചെയ്യാൻ തോന്നും. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമമാണ്, എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. പക്ഷെ അത് ആരും ചെയ്യാൻ പാടില്ല. ഞാനായാൽ പോലും എനിക്കും ഒരു ടെൻഷൻ കാര്യങ്ങളുള്ളതാണ്, എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ രണ്ട് മക്കളെ ജോലി ചെയ്ത് ഞാൻ അന്തത്തെ പഠിപ്പിച്ചു. അവൻ ചെറിയ ജോലിക്ക് കൊണ്ട് ഞാനിതിൽ ചേർന്ന് എൻ്റെ കഷ്ടം പറഞ്ഞു മാത്രം. ഇത് പറയാൻ പാടുണ്ടോ എനിക്കറിയില്ല. ഇനി ഞാൻ പറഞ്ഞു അതുപോലെ എല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രതീക്ഷ കൊടുക്കുന്ന ആളുമാണ്. എന്നാൽ ഫൈനൽ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് വളരെ കുറയുകയും നിങ്ങൾ തോൽക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രശ്നം കേട്ടോ? നിങ്ങൾ പഠിക്കുന്ന കുട്ടി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ അവർ കിട്ടിയ പ്രശ്നമാണ്. അവരുടെ ഫാമിലി അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ വിഷമങ്ങൾ അത് ഇനി അടുത്ത എക്സാം ഇനി വരും. അപ്പം അതിൽ ഇനി എഴുതിയെടുത്താൽ മതി എന്ന് അവരുടെ കൂടെ പറഞ്ഞു നിൽക്കുക. അപ്പം തോൽവി ഒന്നൊരു പരിഹാരം, എല്ലാ തോൽവിക്കും ഒരു ജയമുണ്ട്. അപ്പം അത് ഒന്നും അവസാനമല്ല. വീണ്ടും പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്കത് പാസ്സാവുന്നതേ ഉള്ളൂ. അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെയാണ്, എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അത് കാരണം അവരെല്ലാവരും ഫാമിലിയാണ് അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ മൊബൈലിൽ കളിച്ച് 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അച്ഛൻ ഗൾഫിലാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിഹാരമല്ല. അതിനെ അതിജീവിക്കാനായിട്ട് നമുക്കൊരു മാർഗമുള്ള അച്ഛനോടെല്ലാം തുറന്നു പറയാം. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു വിഷയത്തിൽ ഇടപെട്ടു, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അച്ഛൻ കഠിനമായിട്ട് എന്താണെന്ന് വെച്ചാൽ പണമായിരുന്നു. പക്ഷെ അച്ഛനോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഞാനിനി ഒരു അബദ്ധത്തിലും തുന്നി ചാടുകയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വീട്ടുകാരെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് മറ്റുള്ളവർക്കും പാടാവാൻ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റു കുട്ടികൾക്കും മറ്റ് ആൾക്കാർക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാനും കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇതിൽ നമ്മൾ ഈ 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് പരിഹാരമാകുള്ളൂ. മറ്റുള്ളവർക്ക് അബദ്ധം പറ്റാതിരിക്കും. അപ്പം അച്ഛൻ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ഈ അവർക്ക് നമുക്ക് വേറൊരു ഇതായിട്ടുള്ള ആ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ ആളെന്ത് ചെയ്താൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത് ചെയ്യില്ല. അതാണ് നമുക്കിപ്പോൾ വേണ്ടത്. എൻ്റെ ഒരു കൂട്ടുകാരത്തി കുടുംബസമേതം 6 പേര് ആത്മഹത്യ ചെയ്തു. അവരൊരു കുറിയല്ല, ഫർണിച്ചർ കച്ചവടം നടത്തിയ അതിൽ കൂറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് അനുസരിച്ച് ഒരു ഫർണിച്ചർ
എടുക്കണമെങ്കിൽ ഇത്ര കാശ്, അപ്പോൾ അത് വെച്ചിട്ട് അത് അടച്ചുകൊണ്ടിരുന്നു. പക്ഷെ റോൾ ചെയ്യാൻ ലാസ്റ്റ് വന്നപ്പോൾ റോൾ ചെയ്യാൻ കാശില്ലാണ്ടായി. അങ്ങനെ ഇപ്പോൾ ഒരാൾ മരിക്കാനും തയ്യാറായി. അത് മറ്റേ ആ കുടുംബത്തിന് കാരണമായി. പക്ഷെ എല്ലാവരും വേറെ ഒന്നും ചിന്തിച്ചില്ല. നേരം വിളിച്ചാകുമ്പോഴേക്കും അവർ കടക്കാർ വരുന്നത് പേടിയുണ്ട്. അവർ ഭീഷണിപ്പെടുത്തി പോയിരുന്നു. അവർ മൊത്തം കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഞാനവിടെ എൻ്റെ വീട്ടുകാരി ആയിക്കൊണ്ട് ഞാൻ പാല് കഴിക്കാൻ അവിടെ വന്ന് വയ്ക്കാറുണ്ട്. കിട്ടി അത് വയ്ക്കാൻ ചെന്നപ്പോൾ നമുക്ക് വലിയൊരു കാഴ്ച കാണാം എന്നാണ്. അപ്പോൾ ഇതിനൊന്നൊരു പരിഹാരമല്ല. ആ ബാധ്യത പറമ്പും സ്ഥലമൊക്കെ വേണ്ടതുണ്ട്. അത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആത്മഹത്യക്ക് എത്തിച്ചാടിയായിരുന്നു. ഇതാണ് വിഷയം. നിസ്സാര കാര്യങ്ങളും അത് നമ്മൾ അപ്പം നമ്മുടെ മാനസിക പ്രശ്നങ്ങളിൽ നമ്മളതിന് തരണം ചെയ്യാൻ ഒരു നിമിഷത്തിൻ്റെ ഇതല്ലോ. നമ്മളത് മാറ്റി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യോഗ പോലുള്ള നമ്മുടെ ഹെൽത്ത് അത് അത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അതിനൊക്കെയുള്ള മനസ്സിൻ്റെ ഉറപ്പ് ബലം നമുക്ക് കിട്ടുന്നത് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ പറയുമ്പോൾ തല്ലാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ അല്ല നിൽക്കേണ്ടത്. അവരെ ഇങ്ങനെ സമൂഹത്തിലുണ്ടെന്നും ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇനി ആരും ആദ്യമായിട്ട് വീടെടുക്കുന്ന എല്ലാവരും ബോധവാന്മാരാക്കണം. തീർച്ചയായിട്ടും ഈ ക്ലാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ നമ്മൾ നമ്മുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് സമൂഹത്തിന് നല്ല മാതൃകയായിട്ട് നമ്മൾ നിൽക്കണം. എല്ലാവരെയും ആ രീതിയിൽ കൊണ്ടുവരാനും കൂടി ശ്രമിക്കണം. അത് മാത്രം പറഞ്ഞു. കിട്ടിയ പണം കൂടുതൽ പലിശ കിട്ടുമെന്ന് കരുതി ഒരു നിക്ഷേപ കമ്പനിയിൽ നൽകി. 6 മാസം കൃത്യമായി പലിശ ലഭിച്ചു. ഇപ്പോൾ 6 മാസമായി പലിശ ലഭിക്കുന്നില്ല. കമ്പനി ഡയറക്ടർമാർ മുങ്ങി. നിക്ഷേപകർ വിഷമത്തിലായി. ഈ അവസ്ഥയിൽ എന്തു ചെയ്യും? ഒരു ഇതായിട്ട് പറയാന്ന് വെച്ചാൽ ധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങണം. പിന്നെ നിയമപരമായി നമ്മൾക്ക് കുറച്ച് പേരെ നിയമത്തിൻ്റെ വഴി കൂടെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ധൈര്യം കൈവിടാതെ നിൽക്കുക. ആത്മഹത്യയൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്ക് പറയാനുള്ളത് ഇനി ആൾക്കാരെ കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റും. ഇതിപ്പോൾ ഒരു ആളുകളെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഓരോരോ നിക്ഷേപങ്ങൾ പുതിയ പദ്ധതി വന്നാലും ആളുകൾ വീണ്ടും കൊണ്ട് പൈസ ഇടും. അപ്പോൾ ഇത് എങ്ങനെയുള്ള കമ്പനിയാണ് ഇത്? അത് എങ്ങനെയാണ് അവർ തിരിച്ചു തരിക? 12% 15% പറയുമ്പോൾ അത് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കണം. 5 ലക്ഷം 10 ലക്ഷം കൊണ്ട് ഇടുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ച് ചെയ്യണം. ഇതുപോലെയുള്ള ഒന്ന് വലിയ കേസ് കൊടുക്കുന്നതൊക്കെ കിട്ടില്ല വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ മുങ്ങി കഴിഞ്ഞാൽ അവരെ ഇതൊക്കെ കിട്ടില്ല വലിയ ബുദ്ധിമുട്ടാകും. ഒരുപാട് പേര് പോണ്ടി വരും. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. ഓക്കെ, അടുത്തോളൂ. സ്കൂളിൽ പോകുമ്പോൾ പരിചയപ്പെട്ട ഒരു ചേട്ടൻ നിങ്ങൾക്ക് പുതിയ മൊബൈൽ വാങ്ങിത്തരാമെന്ന് പറയുന്നു. ബൈക്ക് ഓടിക്കാൻ തരുന്നു. ചില കവറുകൾ കൈമാറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇത് കഞ്ചാവും മയക്കുമരുന്നുമാണെന്ന്. നിങ്ങൾ ആകെ വിഷമത്തിലാകുന്നു. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും? അത് വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കും. ഇത് സമൂഹത്തിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിവിടെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത് ഏറ്റവും വലിയ ഒരു രാസലഹരിയുടെയൊക്കെ ബിസിനസ്സൊക്കെ നടക്കുന്നത് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ചില ഓഫർ കൊടുക്കണമല്ലോ അല്ലേ? മൊബൈൽ അല്ലെങ്കിൽ ബൈക്ക് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ, നാളൊരു അച്ഛൻ ചെറിയ 6 വയസ്സാണ് കുട്ടിയുടെ വയറ്റത്ത് കെട്ടിവെച്ചിട്ട് കൊണ്ടുപോയിട്ട് ബിസിനസ് നടത്തുന്ന പത്രത്തിലുണ്ട്. അപ്പോൾ അത് ഇതാണ് നമ്മളെ അധികൃതരെ അറിയിക്കുക. നമുക്കിപ്പോൾ അതിൻ്റെ യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അതിന് നമ്പർ പോലീസ് ഒക്കെ എല്ലാം സർക്കാരൊപ്പം ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലാ ഇതിനും സഹായമുണ്ട്. അതുകൊണ്ട് പല സ്ഥലത്തും ഇപ്പോൾ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ചെയ്യാനുള്ള ഒരു കാര്യം. പെടാതിരിക്കാൻ മക്കളെ ശ്രദ്ധിക്കുക, അതൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്ത പഞ്ചായത്തിൽ നിന്ന് അനുവാദം മേടിക്കാണ്ട് കൺവെൻഷൻ സെന്റർ തുടങ്ങിയത് ഏറ്റവും വലുത്. പിന്നെ എങ്ങനെ വരുമോ അതിന് മേലധികാരികളുണ്ടല്ലോ അന്വേഷിക്കാനും അറിയാനും. അപ്പോൾ ഞങ്ങളെ പോലുള്ള ഞങ്ങൾ 3-4 പേരുണ്ടല്ലോ പൊതുവിൽ. ഞങ്ങളെല്ലാവരും പോയി പഞ്ചായത്തിൽ പോയി സെക്രട്ടറി, പ്രസിഡന്റ്, വാർഡ് മെമ്പർമാരെല്ലാവരും ഉണ്ടല്ലോ. അവരൊക്കെ
ചെയ്യില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമാണ്. അടുത്ത ഗ്രൂപ്പ്. നമസ്കാരം. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വിഷയം നിങ്ങളുടെ സുഹൃത്തിൻ്റെ നിർബന്ധത്താൽ നിങ്ങൾ മദ്യം കഴിക്കും. ഇപ്പോൾ നിർത്താൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ജീവിതം അവസാനിപ്പിക്കാൻ വരെ ചിന്തിക്കുന്നു. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ ചെയ്യാനുള്ളത് ഇന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി മദ്യം കഴിക്കുന്നവർ കേൾക്കില്ല. അതിന് ഡോക്ടർമാരെ ഡീഹൈഡ്രേഷൻ സെൻ്ററൊക്കെ ഉണ്ട്, അവിടെ പോയി കൺസൾട്ട് ചെയ്യാം. മദ്യത്തിൻ്റെ ഒരു ഗുണമുള്ളത്, മദ്യം കഴിക്കാൻ ആരും 100 രൂപ വെച്ചാലും തരും. കുടുംബത്തെ അരി മേടിക്കാൻ 100 രൂപ ആരും തരില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. കാരണം എനിക്കറിയാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടുകാരൻ 800 രൂപയ്ക്ക് പണിയെടുക്കും, 600 രൂപയ്ക്ക് കുടിക്കും, 200 രൂപ വീട്ടിൽ കൊണ്ടുപോകും. 200 രൂപയ്ക്ക് എന്ത് നടക്കാം? അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക, ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാം. അതേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇത് മദ്യത്തിന് അടിമകളായി കഴിഞ്ഞാൽ ഡീഅഡിക്ഷൻ സെൻ്റർ ഉണ്ട്, അവിടേക്ക് കൊണ്ടുപോകാൻ വളരെ നല്ല ഒരു അഭിപ്രായം പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഗ്രൂപ്പ് 8ാം ഗ്രൂപ്പ് ഞങ്ങൾക്ക് തന്ന വിഷയം, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള KSRTC ബസ്സിലെ കണ്ടക്ടർ ശമ്പളം കൃത്യമായി ലഭിക്കാത്തതിനാൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. ഇതറിഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെക്കാളും ബുദ്ധിമുട്ടി എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ പോവാം. അവിടെ നമ്മളെക്കാളും എത്രയോ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ അറിയാം നമ്മുടെ വിഷയം ഒന്നുമല്ല. അതിനേക്കാളും അവരെ സംബന്ധിച്ച് നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കണേ എന്നുള്ള ഒരു തൃപ്തി നമുക്ക് വരും. അപ്പോൾ 4 ദിവസം പൈസ കിട്ടാൻ വൈകിയാലും നമുക്കത് തരണം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അച്ഛനമ്മ, നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കണ ഭാര്യ, കുട്ടികൾ. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ ഈ 2 നിമിഷത്തെ ഒരു എന്താ പറയുക, ഒരു വിഷമത്തിന് ഇത് ആസ്പദമാക്കിയിട്ട് മറ്റുള്ളവർ ജീവിതകാലം വരെ ദുരിതം അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അപ്പം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെക്കാൾ എത്രയോ വിഷമിക്കുന്ന ആളുകളെ കാണിച്ചപ്പോൾ നമ്മൾ അതിന് മുകളിലായിട്ട് നിൽക്കും. അതാണ് ഒരു പ്രശ്നം പറഞ്ഞത്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ്. ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അമ്മാവൻ ഒരു SI ആണ്. ജോലിയുടെ സമ്മർദ്ദം മൂലം അമ്മാവന് വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം അമ്മാവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നു. ഇതറിഞ്ഞ നിങ്ങൾ എങ്ങനെ അമ്മാവനെ പിന്തിരിപ്പിക്കും? ഞങ്ങൾ പറയുന്നത് അമ്മാവന്റെ ജോലിയിലെ സ്ട്രെസ്സിനെ കുറിച്ച് അന്വേഷിക്കും. പരിഹരിക്കാൻ കഴിയുന്നതായി പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതല്ല, അതിൽ കഴിയുന്നില്ലെങ്കിൽ വേറൊരു ജോലി നോക്കാൻ അവളോട് പറയും. അതിലും ആൾ നിൽക്കുന്നില്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി ആളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് കാര്യം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരവുമല്ല. വളരെ നല്ല ഒരു പരിഹാരമാണ് നിർദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. അടുത്ത ഗ്രൂപ്പ്. പരിഹാരമില്ല. ഒരേ പ്രശ്നത്തിന് തന്നെ 100 കണക്കിന് പരിഹാരങ്ങളുണ്ടാവും. നമുക്കത് ഏതാണോ നമുക്ക് ഉചിതമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലേ? അതാണ് ഈ ഒരു ഇതിൽ നമുക്ക് പറയാനുള്ളത്, കണക്കൂട്ടിനായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക്